ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ ജാഫർ മത്സരത്തിനായി പങ്കെടുത്ത ശേഷമാണ് അഫ്സൽ അമീർ എന്ന പേര് ബിഗ് ബോസ് പ്രേക്ഷകർ സുപരിചിതരായത്. ടെക്കിക്കും സ്കൂബ ഡൈവിങ്ങിനും ഡ്രോൺ പൈലറ്റുമെല്ലാമാണ് അഫ്സൽ. ബിഗ് ബോസിലേക്ക് വരും മുമ്പ് ജാസ്മിൻ അഫ്സലും തമ്മിൽ പ്രണയത്തിലായിരുന്നു. മാത്രമല്ല ഇരുവരുടെയും എൻഗേജ്മെൻറ്റും കഴിയുന്നതായിരുന്നു പ്രചരിച്ചിരുന്നത്. ബിഗ് ബോസിനായി പങ്കെടുക്കുന്ന എയർപോർട്ട് വരെ ജാസ്മിനെ കൊണ്ടുവിട്ടതുമെല്ലാം ആവശ്യ സാധനങ്ങളും വാങ്ങി നൽകി യാത്രയാക്കിയതും അഫ്സലായിരുന്നു. നോറ അടക്കം ചിലർക്ക് അഫ്സൽ ജാസ്മിൻ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ ഗബ്രി ജോസുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷവും ലവ് ട്രാക്ക് ചർച്ചയായ ശേഷവും ജാസ്മിൻ അഫ്സലിനെ തള്ളിപ്പറയാൻ തുടങ്ങി. വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല, തന്നെ കാത്ത് ആരും ഇരിക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു ജാസ്മിൻ ഹൗസിൽ വെച്ച് സംസാരിച്ചത്. മാത്രമല്ല ഗബ്രിയോട് തനിക്ക് ഉള്ളത് പ്രണയമാണോ അതോ സൗഹൃദമാണോ പറയാനോ തിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ജാസ്മിൻ തന്നെ തള്ളിപ്പറഞ്ഞെന്ന് ബിഗ് ബോസ് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് അഫ്സലും കരുതിയിരുന്നത്. പിന്നീട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബോണ്ടിങ് ശക്തമായതോടെയും സൈബർ ബുള്ളിങ്ങും വീട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉയർന്നതോടെയും അഫ്സൽ സ്വമേധ്യ വിവാഹത്തിൽ നിന്നും പിന്മാറി. ആ സമയത്ത് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന അഫ്സലിൻ്റെ വീഡിയോ വൈറലായിരുന്നു. ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്ന് അവൾക്ക് തോന്നിയത് എന്ന് മനസ്സിലായിരിക്കുന്നു. ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്ന് വ്യക്തമാണെങ്കിൽ ബിഗ് ബോസ് എപ്പിസോഡ് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്നാണ് ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം പ്രഖ്യാപിച്ച് അഫ്സൽ പറഞ്ഞത്. ഷോയിൽ അവളുടെ പാർട്ട്ണറായാണ് അവൾ എന്നെ പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ്. അവർ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ. എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദരായിരുന്നു, കാരണം എനിക്കെൻ്റെ മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ല. കൈകാര്യം ചെയ്യാവുന്ന പരമാവധി അവസ്ഥയിലാണ് എൻ്റെ മാനസികാവസ്ഥ. സഹിക്കാവുന്നതിൽ ഒരു പരിധിയുണ്ട്. ഒരു പുരുഷനും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നത്തിലൂടെ ആരും കടന്നുപോയിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരെന്ന് ആഗ്രഹിക്കുന്നു. ജാസ്മിൻ എൻ്റെ ജീവിതം, എൻ്റെ വികാരങ്ങൾ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം വെച്ച് കളിച്ചു. ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠമാണ്. അവരുടെ ആദ്യ ബ്രേക്കപ്പിന് ശേഷം അവരുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിനൊപ്പം നിന്നു. ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലുമായി. എന്നിട്ടും ഇതാണ് എനിക്ക് ലഭിച്ചത് എന്നാണ് അന്ന് അഫ്സൽ പറഞ്ഞത്. ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയാണ് അഫ്സൽ. താൻ വിവാഹത്തിനാകാൻ പോകുന്ന സന്തോഷം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് അഫ്സൽ അറിയിച്ചത്. ഒരുപാട് തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശേഷം അത് സംഭവിക്കുന്നു എന്നാണ് മോതിരത്തിൻ്റെ ഇമോജിക്കൊപ്പം അഫ്സൽ കുറിച്ചത്. ഒപ്പം ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള ഐ ക്രിയേറ്റ് വീഡിയോസും അഫ്സൽ പങ്കുവച്ചു. മുമ്പ് ജാസ്മിനും സുഹൃത്തായിരുന്ന യൂട്യൂബർ ഇസ്ലാം മാർലി അടക്കമുള്ളവർ അഫ്സലിന് ആശംസകൾ നേർന്ന് എത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.